എല്ലാവർക്കും എജ്യൂനെറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് പ്ലേറ്റോസ് കാർഡിനൽ വെർച്യൂസ് ആണ്. പ്ലേറ്റോയുടെ എത്തിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത് 4 കാർഡിനൽ വെർച്യൂസ് ആണ്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്ലേറ്റോ നമുക്കറിയാം, പ്ലേറ്റോയുടെ ഐഡിയലിസം എന്ന് പറയുന്നത്, പ്ലേറ്റോ ഒരു ഐഡിയലിസ്റ്റ് ആണ്. പ്ലേറ്റോയുടെ ഐഡിയലിസം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒബ്ജക്റ്റീവ് ഐഡിയലിസം ആണ്. നമ്മൾ ഡബിൾ വേൾഡ് കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഒരു നമ്മൾ പറയുന്ന ഈ ഒരു സെൻസറി വേൾഡ് ഉണ്ടായിരിക്കും, അതിനതീതമായിട്ട് ഒരു ട്രാൻസെൻഡന്റൽ വേൾഡ് ഉണ്ടായിരിക്കും. ഈ വേൾഡിലുള്ള വസ്തുക്കളെല്ലാം പ്ലേറ്റോ പെർസെപ്റ്റിബിൾസ് എന്നാണ് പറയുന്നത്. റിയൽ ആയിട്ടുള്ള ഐഡിയാസ് എക്സിസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ട്രാൻസെൻഡന്റൽ വേൾഡിലാണ്. ട്രാൻസെൻഡന്റൽ വേൾഡിലുള്ള ഐഡിയാസിന്റെ ജസ്റ്റ് കോപ്പീസ് മാത്രമാണ്, അല്ലെങ്കിൽ ഇമിറ്റേഷൻ മാത്രമാണ് സെൻസറി വേൾഡിലുള്ള എല്ലാ ഒബ്ജക്ട്സും എന്നുള്ളതാണ് പ്ലേറ്റോയുടെ ഒബ്ജക്റ്റീവ് ഐഡിയലിസം. നമുക്കത് ഓൾറെഡി അറിയാം. പിന്നെ നമുക്ക് നമ്മുടെ പ്ലേറ്റോയുടെ പൊളിറ്റിക്സിലോട്ട് വരുമ്പോൾ, പ്ലേറ്റോയുടെ പൊളിറ്റിയിലോട്ട് വരുമ്പോൾ പ്ലേറ്റോ സൊസൈറ്റിയെ 3 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് റൂളിംഗ് ക്ലാസ്, രണ്ടാമത്തത് സോൾജിയർ ക്ലാസ്, മൂന്നാമത്തത് ട്രേഡർ ക്ലാസ്. 3 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്തതുപോലെ, ക്ലാസിഫൈ ചെയ്തതുപോലെ തന്നെ സോളിനെ 3 ട്രൈറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ട്രൈറ്റ് എന്ന് പറയുന്നത് എപ്പറ്റൈറ്റ് ആണ്. രണ്ടാമത്തെ ട്രൈറ്റ് എന്ന് പറയുന്നത് സ്പിരിറ്റ് ആണ്. മൂന്നാമത്തെ ട്രൈറ്റ് എന്ന് പറയുന്നത് റീസൺ ആണ്. അപ്പൊ റീസൺ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കും റൂളിംഗ് ക്ലാസ്സിൽ വരിക. അതേപോലെ തന്നെ സ്പിരിറ്റ് ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കും വാരിയർ ക്ലാസ്സിൽ വരുന്നത്. അതേപോലെ തന്നെ എപ്പറ്റൈറ്റ് ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഏത് ക്ലാസ്സിൽ വരുന്നത്? ട്രേഡർ ക്ലാസ്സിൽ വരുന്നത്. അപ്പൊ ഇതാണ് അവരുടെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പ്രധാനമായിട്ടും ജസ്റ്റിസ് ആണ്, തിയറി ഓഫ് ജസ്റ്റിസ് ആണ് നമുക്ക് പ്ലേറ്റോയുടെ ഈ ഒരു കാർഡിനൽ വെർച്യൂല് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ആസ് ആൻ ഐഡിയലിസ്റ്റ് പ്ലേറ്റോ ബിലീവ് ദാറ്റ് നോളജ് ട്രാൻസെൻഡഡ് ദ സെൻസറി വേൾഡ്. അപ്പൊ ഓൾറെഡി നമുക്കറിയാം, നമ്മുടെ സെൻസറി വേൾഡിന് അതീതമായിട്ടാണ് എന്ത് നിലനിൽക്കുന്നത്? നോളജ് നിലനിൽക്കുന്നത്. ഹി പോസിറ്റഡ് ദാറ്റ് മോറൽ ട്രൂത്ത് എക്സിസ്റ്റ് ഇൻ ദിസ് ട്രാൻസെൻഡന്റൽ. അദ്ദേഹം പറയുന്നത് എന്താണ്? മോറൽ ട്രൂത്തും എക്സിസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഈ പറയുന്ന ട്രാൻസെൻഡന്റൽ റിലത്തിലാണ്. ആൻഡ് ക്യാൻ ബി അപ്രിഹെൻഡഡ് ത്രൂ റീസൺ. അത് നമുക്ക് എന്തിലൂടെ മാത്രമേ അപ്രിഹെൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ റിയലൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ? റീസണിലൂടെ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ദ കോമ്പോസിഷൻ ഓഫ് ദ ഹ്യൂമൻ സോൾ വിച്ച് പ്ലേറ്റോ ഡിവൈഡ്സ് ഇൻടു 3 പാർട്ട്. അപ്പൊ ഓൾറെഡി പറഞ്ഞ ഹ്യൂമൻ സോളിനെ പ്ലേറ്റോ 3 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് അപ്പറ്റൈറ്റ് ആണ്, രണ്ടാമത്തെ സ്പിരിറ്റ് ആണ്, മൂന്നാമത്തത് റീസൺ ആണ്. ഓക്കെ, അപ്പൊ പ്ലേറ്റോസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ നേച്ചർ എൻകോംപാസസ് ദ 3 ഡിസ്റ്റിങ്ക്ട് പാർട്ട് ഓഫ് ദ സൈക്ക്. അപ്പൊ സൈക്കിന് പ്രധാനമായിട്ട് 3 ഡിസ്റ്റിങ്ക്ട് പാർട്ട് ഉണ്ടെന്ന് പ്ലേറ്റോ പറയുന്നു. ഒന്നെന്ന് പറയുന്നത് റാഷണൽ പാർട്ടാണ്. ദ റാഷണൽ പാർട്ട് സീക്സ് വാട്ട് ഈസ് ബെനിഫിഷ്യൽ ആൻഡ് ഗുഡ്. അപ്പം റാഷണൽ പാർട്ട് പ്രധാനമായിട്ട് സീക്ക് ചെയ്യുന്നത് എന്താണ് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്, എന്താണ് ഗുഡ് ആയിട്ടുള്ളത്. ദ ഇമോഷണൽ ഓർ സ്പിരിറ്റഡ് പാർട്ട് ഡിസൈഡ്സ് ഹോണർ ആൻഡ് പ്രസ്റ്റീജ്. അപ്പൊ ഇമോഷണൽ പാർട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്പിരിറ്റ് ആണ് അല്ലെ. അപ്പൊ ഇമോഷണൽ പാർട്ട് അല്ലെങ്കിൽ സ്പിരിറ്റഡ് പാർട്ട് ഡിസൈർ ചെയ്യുന്നത് ഹോണറും പ്രസ്റ്റീജും ആയിരിക്കും. ആൻഡ് അപ്പറ്റേറ്റീവ് പാർട്ട് ക്രേവ്സ് ഫിസിക്കൽ പ്ലഷേഴ്സ്. അപ്പറ്റേറ്റീവ് പാർട്ട് പ്രധാനമായിട്ടും ക്രേവ് ചെയ്യുന്നത് എന്തായിരിക്കും? ഫിസിക്കൽ പ്ലഷേഴ്സ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ദീസ് ഡിസൈഴ്സ് മേ കോൺഫ്ലിക്റ്റ് ലീഡിങ് ടു ഇന്നർ സ്ട്രഗിൾ. അപ്പം ഈ പറയുന്ന ഡിസൈഴ്സ് എന്തിലോട്ട് നയിച്ചേക്കാം? ഒരു ഇന്നർ സ്ട്രഗിളിലോട്ട് നയിച്ചേക്കാം. വിത്ത് ഇൻഡിവിജ്വൽസ് പ്രയോറിറ്റൈസിങ് ദം ഡിഫറെന്റ്ലി ബേസ്ഡ് ഓൺ ദർ നേച്ചർ. അപ്പം ഓരോ വ്യക്തികളും ഓരോന്നിന് പ്രയോറിറ്റി കൊടുക്കുന്നത് അവരുടെ നേച്ചറിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പൊ ഇപ്പം ഒരാളില് വിസ്ഡം അല്ലാന്നുണ്ടെങ്കിൽ റീസൺ ആണ് ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ അവൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്തിലായിരിക്കും? റൂൾ ചെയ്യുക എന്നുള്ള ആ ഒരു ആക്ടിവിറ്റിയിലായിരിക്കും. ഓക്കെ ആണല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. പ്ലേറ്റോ ഇൻട്രൊഡ്യൂസ്ഡ് ആൻ ഐഡിയൽ സ്റ്റേറ്റ് ഇൻ ദ റിപ്പബ്ലിക്. പ്ലേറ്റോയുടെ ഒരു പ്രധാനപ്പെട്ട വർക്കാണ് റിപ്പബ്ലിക്കിൽ. പ്ലേറ്റോ അതിൽ ഐഡിയൽ സ്റ്റേറ്റിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഐഡിയൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വേർ ഇൻഡിവിജ്വൽസ് ആർ അസൈൻഡ് ഡിഫറെന്റ് റോൾസ് അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ദിയർ ഹ്യൂമൻ സൈക്കിൾ. അപ്പൊ ഓരോ വ്യക്തികളുടെയും ഹ്യൂമൻ സൈക്കിൾ അനുസരിച്ചിട്ട് അവർക്ക് ഓരോരോ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഓരോരോ റോൾസ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫിലോസഫർ കിങ്സ് ബിലോങ് ടു ദ റാഷണൽ പാർട്ട് ഓഫ് ദ സൈക്കിൾ. അപ്പൊ
ഒരു റാഷണൽ പാർട്ട് അല്ലെങ്കിൽ റീസൺ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാര് എവിടെയാണ് വരുന്നത്? ഫിലോസഫർ കിങ്സിലാണ് വരുന്നത്, അല്ലെങ്കിൽ റൂളിംഗ് ക്ലാസ്സിലായിരിക്കും വരുന്നത്. എന്താണ്? ആർ കൺസിഡേർഡ് ദ റൂളിംഗ് ക്ലാസ്, എംഫസൈസിങ് ദ പർസ്യൂട്ട് ഓഫ് വാട്ട് ഈസ് ബെനിഫിഷ്യൽ ആൻഡ് ഗുഡ് ഓവർ വെൽത്ത് ആൻഡ് സ്റ്റാറ്റസ്. അപ്പൊ അവര് കൂടുതൽ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? പർസ്യൂട്ട് ഓഫ് വാട്ട് ഈസ് ബെനിഫിഷ്യൽ ആൻഡ് ഗുഡ്, അതിനാണ് കൂടുതലും, അത് പർസ്യൂട്ട് ചെയ്യുക എന്നുള്ളതിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. എന്തിലല്ല? വെൽത്തിലും സ്റ്റാറ്റസിലും അല്ല. ഓക്കെ, പിന്നെന്താണ്? ലോവർ ക്ലാസ്സസ് ഓഫ് ആർട്ടിസൻസ് ആൻഡ് വാരിയേഴ്സ് ആർ ടാസ്ക് വിത്ത് കൺസേൺ റിഗാർഡിംഗ് വെൽത്ത് ആൻഡ് സ്റ്റാറ്റസ്. അപ്പം ലോവർ ക്ലാസ്സസിൽ വരുന്ന ആർട്ടിസൻസ് അതേപോലെ തന്നെ വാരിയേഴ്സും കൂടുതൽ കൺസേൺ, അവരുടെ കൺസേൺ എന്ന് പറയുന്നത് വെൽത്തും സ്റ്റാറ്റസും ആണ്. അതായത് ആർട്ടിസൻസിന്റെ കൺസേൺ എന്ന് പറയുന്നത് വെൽത്തും, വാരിയേഴ്സിന്റെ കൺസേൺ എന്ന് പറയുന്നത് സ്റ്റാറ്റസും ആണ്. While philosopher rulers view political power as a duty to prioritize the welfare of the state. അപ്പം ഫിലോസഫർ റൂളറിന്റെ അല്ലെങ്കിൽ ഫിലോസഫർ കിങ്ങിന്റെ എന്താണ് പ്രയോറിറ്റി എന്ന് പറയുന്നത്? സ്റ്റേറ്റിന്റെ വെൽഫെയർ ആണ്. ആർട്ടിസൻ ഡ്രിവൺ ബൈ അപ്പിറ്റേറ്റീവ് ഡിസയർ. അപ്പം ആർട്ടിസൻസിനെ ഡ്രൈവ് ചെയ്യുന്നത് എന്താണ്? ഈ പറയുന്ന അപ്പിറ്റേറ്റീവ് ഡിസയേഴ്സ് ആണ്. റിക്വയർ ടെമ്പറൻസ് ടു കൺട്രോൾ ഇമ്പറൻസ്. അപ്പൊ അവർക്ക് എന്തുണ്ടായിരിക്കണം? ടെമ്പറൻസ് ഉണ്ടായിരിക്കണം. അവരുടെ ഇമ്പൾസസ്, സെൻഷ്വൽ ഇമ്പൾസസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടെമ്പറൻസ് ആർക്ക് ആവശ്യമാണ്? ആർട്ടിസൻസിന് ആവശ്യമാണ്. പ്ലേറ്റോ അഡ്വക്കേറ്റ്സ് ഫോർ എക്കണോമിക് റെഗുലേഷൻ ടു പ്രിവെന്റ് എക്സസീവ് വെൽത്ത് അക്യുമുലേഷൻ. അപ്പം പ്ലേറ്റോ എന്ത് അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ട്? എക്കണോമിക് റെഗുലേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിവെന്റ് എക്സസീവ് വെൽത്ത് അക്യുമുലേഷൻ. ഒരു ക്ലാസ്സിലോട്ട് മാത്രമായിട്ട് അല്ലെങ്കിൽ കുറച്ച് വ്യക്തികളിലോട്ട് മാത്രമായിട്ട് എക്സസീവ് ആയിട്ടുള്ള വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എക്കണോമിക് റെഗുലേഷൻസ് അദ്ദേഹം പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. എൻഷുറിംഗ് ദ പർസ്യൂട്ട് ഓഫ് ജെന്യൂൻ ഗുഡ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പം നമ്മൾ സോക്രട്ടീസിന്റെ എടുത്താലും പ്ലേറ്റോയുടെ എടുത്തു കഴിഞ്ഞാൽ, ഏതൊരു എത്തിക്കൽ തിയറി എടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്തുറപ്പാക്കുക എന്നുള്ളതാണ്? ജെന്യൂൻ ഗുഡ് പർസ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെ? അല്ലെങ്കിൽ ഒരു അബ്സല്യൂട്ട് ഗുഡ് പർസ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു ദ 4 ഇമ്പോർട്ടന്റ് വെർച്യൂസ്: വിസ്ഡം, കറേജ്, ടെമ്പറൻസ് ആൻഡ് ജസ്റ്റിസ് വിച്ച് പ്ലേറ്റോ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഐഡിയൽ സ്റ്റേറ്റ് ആർ കോൾഡ് കാർഡിനൽ വെർച്യൂസ്. അപ്പൊ എന്താണ്? പ്ലേറ്റോയുടെ ഐഡിയൽ സ്റ്റേറ്റില് പ്ലേറ്റോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 4 പ്രധാനപ്പെട്ട വെർച്യൂസ് ആണ് വിസ്ഡം, കറേജ്, ടെമ്പറൻസ് ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ കറേജിനെ കുറിച്ചിട്ടും വിസ്ഡത്തെ കുറിച്ചിട്ടും ടെമ്പറൻസിനെ കുറിച്ചിട്ടും പറഞ്ഞു. എപ്പോഴായിരിക്കും ജസ്റ്റിസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പം അത് നമുക്ക് 2 രീതിയിൽ പറയാം. ഒരു വ്യക്തിക്ക് ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? റീസൺ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഏത് ക്ലാസ്സിലാണ് വരുന്നത്? റൂളിംഗ് ക്ലാസ്സിലാണ് വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? വെൽഫെയർ ഓഫ് ദ സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ ഗവേൺ ചെയ്യുക, റൂൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എന്താണ് അവൻ ചെയ്യേണ്ടത്? അവന് അസൈൻ ചെയ്തിട്ടുള്ള ഡ്യൂട്ടീസ് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴാണ് എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? ജസ്റ്റിസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇപ്പം റീസൺ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി സോൾജിയർ ക്ലാസ്സിലോട്ട് പോകാൻ പാടില്ല, അല്ലെങ്കിൽ സോൾജിയർ ക്ലാസ്സിന് എന്ത് ചെയ്യാൻ പാടില്ല? ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല, മറ്റുള്ള ക്ലാസ്സിലോട്ട് പോകാൻ പാടില്ല. അവനിൽ അസൈൻഡ് ആയിട്ടുള്ള റോൾസ് മാത്രം ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് ഉണ്ടാകുന്നത്? അവിടെ ജസ്റ്റിസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതേപോലെ നമുക്ക് എന്താണ് അല്ലാണ്ടും പറയാം, അല്ലെ? ഇതിപ്പം നമുക്കൊരു കളക്റ്റീവ് സെൻസിൽ നമുക്ക് എങ്ങനെ പറയാം? ഓരോ ഇപ്പൊ സൊസൈറ്റിയെ 3 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ക്ലാസ്സസിലുള്ള ആൾക്കാരും അവരുടെ ജോലികൾ മാത്രം എന്ത് ചെയ്യുക എന്നുള്ളതാണ്. അതായത് റൂളിംഗ് ക്ലാസ്സിലുള്ളവർ റൂൾ ചെയ്യുക, അതേപോലെ തന്നെ വാരിയർ ക്ലാസ്സിലുള്ളവർ എന്ത് ചെയ്യുക? എന്താണ് വാരിയർ ക്ലാസ്സിലുള്ളവർ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ സ്റ്റേറ്റിനെ എന്ത് ചെയ്യുക? പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന ട്രേഡർ ക്ലാസ്സിലുള്ളവർ എന്താണ്? ആർട്ടിസൻസ് എന്താണ് ചെയ്യേണ്ടത്? അവര് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഓരോ ക്ലാസ്സും അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു ഹാർമണി ക്രിയേറ്റ് ആകും, അല്ലെ? അങ്ങനെയാണ് അവിടെ എന്തുണ്ടാകുന്നത്? കളക്റ്റീവായിട്ട് ജസ്റ്റിസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ 2 സെൻസിൽ നമുക്ക് ജസ്റ്റിസിനെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് വിസ്ഡത്തിലോട്ട് പോവാം. വിസ്ഡം ഈസ് ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് വെർച്യൂ ദാറ്റ് ബിലോങ്സ് ടു ദ റൂളിംഗ് ക്ലാസ്.
ദ ലീഡേഴ്സ് ഓഫ് ദ സൊസൈറ്റി, ദ ഫിലോസഫർ കിങ്സ്. വിസ്ഡം എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് വെർച്യു ആണ്. അത് ആരിലാണ് വരുന്നത്? ആരിലുള്ള ട്രേറ്റ് ആണ്? റൂളിംഗ് ക്ലാസിന്റെ ട്രേറ്റ് ആണ്, അല്ലെങ്കിൽ ലീഡേഴ്സ് ഓഫ് ദ സൊസൈറ്റി അല്ലെങ്കിൽ ഫിലോസഫർ കിങ്സിന്റെ ട്രേറ്റ് ആണ്. ദീസ് വെർച്യു ഇസ് എസെൻഷ്യൽ ഫോർ വൈസ് ഗവേണൻസ്. ഈ ഒരു വെർച്യു എന്തിനാവശ്യമാണ്? വൈസ് ഗവേണൻസിന് ആവശ്യമാണ്. ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ദ റൂളേഴ്സ് മേക്ക് തോട്ട്ഫുൾ ആൻഡ് എഫക്റ്റീവ് ഡിസിഷൻ. അപ്പൊ തോട്ട്ഫുൾ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ റൂളേഴ്സിനെ സഹായിക്കുന്നത് ഈ ഒരു വെർച്യു ആണ്. ദ വെർച്യു ഓഫ് വിസ്ഡം കംസ് ഫ്രം ദ റാഷണൽ പാർട്ട് ഓഫ് ദ സോൾ. അപ്പൊ ഈ ഒരു വെർച്യു എവിടെ നിന്നാണ് വരുന്നത്? അവന്റെ സോളിന്റെ റാഷണൽ പാർട്ടിൽ നിന്നാണ് വരുന്നത്. ആൻഡ് ഇൻവോൾവ്സ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അവർ മോറൽ ഡ്യൂട്ടീസ് ഇൻ ഡിഫറെന്റ് സിറ്റുവേഷൻസ് ആൻഡ് ആക്ടിങ് ഓൺ ദം. അപ്പൊ എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ചെയ്യേണ്ട മോറൽ ഡ്യൂട്ടീസ് മനസ്സിലാക്കുന്നു അല്ലെ? ആ ഒരു കഴിവാണ്, ആ ഒരു കപ്പാസിറ്റിയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. വിസ്ഡം ഹിയർ മീൻസ് പ്രാക്ടിക്കൽ വിസ്ഡം ഓർ പ്രുഡൻസ്. അപ്പൊ ഇവിടെ വിസ്ഡം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രാക്ടിക്കൽ വിസ്ഡം ആണ്. ദാറ്റ് ഹെൽപ്സ് ടു ഫിഗർ ഔട്ട് ദ റൈറ്റ് തിങ് ടു ഡു അറ്റ് ദ റൈറ്റ് ടൈം. അപ്പൊ ഇതെന്താണ് പ്രധാനമായിട്ട്? ഇതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ സഹായിക്കുന്നത്? ശരിയായിട്ടുള്ള സമയത്ത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ്? ഈ ഒരു പ്രാക്ടിക്കൽ വിസ്ഡം ആണ്. ഇറ്റ് മീൻസ് യൂസിങ് യുവർ നോളജ് ആൻഡ് ജഡ്ജ്മെന്റ് വൈസ്ലി. അപ്പൊ എന്താണ്? ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നോളജ്, നമ്മുടെ ജഡ്ജ്മെന്റ് നമുക്ക് വൈസായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അതുവഴി നമുക്ക് നല്ല ഡിസിഷൻസ് അല്ലെങ്കിൽ നല്ല ചോയ്സസ് നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. എ വൈസ് പേഴ്സൺ ഈസ് ലൈക്ക് എ ഗൈഡ് ലീഡിങ് സൊസൈറ്റി ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എവരി വൺ. അപ്പൊ ഒരു വൈസ് പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഗൈഡ് പോലെയാണ്. അവൻ എന്ത് ചെയ്യും? സൊസൈറ്റി ഒരു റൈറ്റ് ഡയറക്ഷനിലോട്ട് ലീഡ് ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെ റൈറ്റ് ഡയറക്ഷനിലോട്ട് ലീഡ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകും? കളക്റ്റീവായിട്ട് അവിടെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ കളക്റ്റീവായിട്ട് അവിടെ ഒരു വെൽഫെയർ ഉണ്ടാകും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ നോക്കാനുള്ളത്? ഈ പറഞ്ഞ വിസ്ഡത്തില് നോക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത വെർച്യു കറേജ് ആണ്. കറേജ് ഓൾറെഡി എന്താന്ന് നമുക്കറിയാം. കറേജ് ഓൾസോ നോൺ ആസ് ഫോർട്ടിറ്റ്യൂഡ്. കറേജിനെ നമ്മൾ ഫോർട്ടിറ്റ്യൂഡ് എന്ന് പറയും. ഈസ് ദ വെർച്യു ഓഫ് ബീയിങ് ബ്രേവ് അല്ലെ? ഇതെന്ന് പറയുന്നത് എന്താണ്? വെർച്യു ഓഫ് ബീയിങ് ബ്രേവ് ആണ്. ഇറ്റ് എൻകോംപാസസ് ദ എബിലിറ്റി ടു ഓവർകം ദ ഫിയർ ഓഫ് പെയിൻ ഓർ ദ ടെംപ്ടേഷൻ ഓഫ് പ്ലഷർ അല്ലെ? അതായത് ഫിയർ ഓഫ് പെയിനോട് നമുക്ക് എപ്പോഴും, വേദനയോട് എപ്പോഴും നമുക്കൊരു പേടി ഉണ്ടാകും. അപ്പം അത് ഓവർകം ചെയ്യാനുള്ള എബിലിറ്റി. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് പ്ലഷറിനോട് എപ്പോഴും ഒരു ടെംപ്ടേഷൻ ഉണ്ട്, അത് ഓവർകം ചെയ്യാനുള്ള എബിലിറ്റി ആണെന്ന് പറയുന്നത് കറേജ് എന്ന് പറയുന്നത്. ഫിയർ ഈസ് എ നാച്ചുറൽ റെസ്പോൺസ് ടു ത്രെറ്റിനോടുള്ള, ഭീഷണിയോടുള്ള എന്താണ്? നാച്ചുറൽ ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ഫിയർ എന്ന് പറയുന്നത്. എല്ലാവർക്കും എന്തുണ്ടാകും? ഫിയർ ഉണ്ടാകും. ബട്ട് കറേജ് അലൗസ് ഇൻഡിവിജ്വൽ ടു ആക്ട് ഡിസ്പൈറ്റ് ദർ ഫിയർ. അപ്പൊ എല്ലാവർക്കും ഫിയർ ഉണ്ടാവും, അത് കണക്കിലെടുക്കാണ്ട് നമ്മളെ ആക്ട് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് കറേജ് എന്ന് പറയുന്നത്. ഒരാൾ കറേജിയസ് ആകുമ്പോഴായിട്ട് എന്തുണ്ടാ? ഫിയർ ഉണ്ടാവും, പക്ഷെ അതൊന്നും കണക്കിലെടുക്കാണ്ട് അദ്ദേഹം എന്ത് ചെയ്യും? അയാളുടെ ഡ്യൂട്ടി ചെയ്യും. ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഇമ്പോർട്ടൻറ്റ് ഫോർ ദോസ് ഹു ആർ ഇൻ ദ ഫൈറ്റിംഗ് ക്ലാസ്. അപ്പൊ ഫൈറ്റിംഗ് ക്ലാസ്സിലുള്ള വാരിയേഴ്സിന് വേണ്ട പ്രധാനപ്പെട്ട ഒരു ട്രേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? കറേജ് എന്ന് പറയുന്നത്. ആസ് ഇറ്റ് ഹെൽപ് ദം ടു ടാക്കിൾ ഒബ്സ്റ്റക്കിൾസ് ദാറ്റ് ഹിൻഡർ ജസ്റ്റിസ്. അപ്പൊ ജസ്റ്റിസിനെ ഹിൻഡർ ചെയ്യുന്ന ഒബ്സ്റ്റക്കിൾസിനെ ടാക്കിൾ ചെയ്യാൻ ഇത് അവരെ സഹായിക്കും. ഓക്കെ, കറേജ് ഇൻവോൾവ്സ് എ റെഡിനെസ് ടു സാക്രിഫൈസ് വൺസെൽഫ് ഫോർ ദ സേക്ക് ഓഫ് അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളെ സാക്രിഫൈസ് ചെയ്യാനുള്ള ആ ഒരു റെഡിനെസ് ആണ് എന്തെന്ന് പറയുന്നത്? കറേജ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ് വരുന്നത്? കറേജ് ഈസ് റൂട്ടഡ് ഇൻ ദ ഇമോഷണൽ പാർട്ട് ഓഫ് ദ സോൾ. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. കറേജ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സോളിന്റെ ഒരു ഇമോഷണൽ പാർട്ടാണ്. ഓക്കെ, ഫോക്കസിങ് ഓൺ ഇന്നർ സ്ട്രെങ്ത് ആൻഡ് ഡിറ്റർമിനേഷൻ. അത് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ സോളിന്റെ ഇന്നർ സ്ട്രെങ്തും ഡിറ്റർമിനേഷനും ആണ്. അപ്പം ഈ പറയുന്ന കറേജ് ഉള്ള ആള് എന്താണ്? എത്ര പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് അയാളുടെ ഡ്യൂട്ടി അയാൾ ചെയ്യും. ഓക്കെ ആണല്ലോ? അയാൾക്ക് വിൽ പവർ കൂടുതലായിരിക്കും. ഇവിടെ നമുക്ക് കറേജ് എൻകോംപാസസ് ബോത്ത് വാലർ ആൻഡ് ഫോർട്ടിറ്റ്യൂഡ്. കറേജ് എന്ന് പറയുമ്പോൾ അതിൽ വാലറും ഉണ്ട്, ഫോർട്ടിറ്റ്യൂഡ് ഉണ്ട്. വാലർ എന്ന് പറയുന്നത് എന്താണ്? ആക്റ്റീവ് ആസ്പെക്ട് ഓഫ് കറേജ് ആണ്, ഇൻവോൾവിംഗ് പുഷിങ് ഫോർവേഡ് ആൻഡ് കൺഫ്രണ്ടിങ് ഡേഞ്ചർ ആൻഡ് പെയിൻ. അപ്പൊ എന്തെങ്കിലും ഒരു ഡേഞ്ചറോ പെയിനോ വരുവാണെന്നുണ്ടെങ്കിൽ അത് കൺഫ്രണ്ട് ചെയ്യാനുള്ള നമ്മുടെ ധൈര്യത്തെയാണ് എന്തെന്ന് പറയുന്നത്? വാലർ എന്ന് പറയുന്നത്. ഓൺ ദ അതർ ഹാൻഡ് ഫോർട്ടിറ്റ്യൂഡ് ഈസ് പാസീവ് കറേജ്. ഫോർട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു പാസീവ് കറേജ് ആണ്, ഇൻവോൾവിംഗ് എൻഡ്യൂറിംഗ് സഫറിംഗ് വിത്തൗട്ട് ലോസിങ് ഡിറ്റർമിനേഷൻ. നമ്മുടെ ഡിറ്റർമിനേഷൻ നമ്മൾ കളയാണ്ട് നമ്മൾ വേദന സഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫോർട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്.
ഇത്രയും കാര്യങ്ങളാണ് കറേജിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടെമ്പറൻസ് ആണ്. ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞായിരുന്നു. ടെമ്പറൻസ് മീൻസ് സ്ട്രെങ്ത് ദാറ്റ് സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് ഗോയിങ് ടു എക്സ്ട്രീംസ്. നമുക്കറിയാം 2 എക്സ്ട്രീംസ് ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും എവിടെയാണ് നിൽക്കേണ്ടത്? ഒരു മോഡറേറ്റ് പൊസിഷനിലോട്ടായിരിക്കും, മോഡറേറ്റ് പൊസിഷനിലായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്. 2 എക്സ്ട്രീംസിലോട്ട് നമ്മൾ പോകാൻ പാടില്ല. ഓക്കെ ആണല്ലോ. It suggests self-regulation, control, moderation and harmony among the conflicting situations. അപ്പം കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് പലപ്പോഴായിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. അപ്പം അവിടെ നമുക്ക് എന്ത് ഉണ്ടായിരിക്കണം? ഒരു സെൽഫ് റെഗുലേഷനും കൺട്രോളും മോഡറേഷനും ഒരു ഹാർമണിയും നമുക്ക് ഉണ്ടാകണം അല്ലെ? രണ്ടും നമ്മൾക്ക് കൺട്രോൾ ചെയ്ത് പോകാനുള്ള ഒരു കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടാകണം. അതിനെയാണ് ടെമ്പറൻസ് എന്ന് പറയുന്നത്. ടെമ്പറൻസ് ഈസ് ഓൾ അബൌട്ട് ഫൈൻഡിങ് ബാലൻസ്. ടെമ്പറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈൻഡിങ് ബാലൻസ് ആണ് അല്ലെ? അതായത് നമുക്ക് എന്താണ്, ഭയങ്കര പെയിനിലോട്ട് നമ്മൾ പോകാൻ പാടില്ല, ഒരുപാട് പ്ലഷറിലോട്ട് നമ്മൾ പോകാൻ പാടില്ല. രണ്ടിന്റെയും നടുക്കായിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ആണ് എന്തെന്ന് പറയുന്നത്? ടെമ്പറൻസ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഫോർ ട്രേഡേഴ്സ് ഹു നീഡ് മോഡറേഷൻ ഇൻ ദർ ആക്ഷൻ. അപ്പം ട്രേഡേഴ്സിന് പ്രധാനമായിട്ടും വേണ്ട ഒരു ട്രേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു വെർച്യു ആണ് എന്തെന്ന് പറയുന്നത്? ടെമ്പറൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ദം അവോയ്ഡ് ഇമ്പൾസീവ് ഡിസിഷൻ ഡ്രിവൺ ബൈ എക്സ്ട്രീം ഇമോഷൻ സച്ച് ആസ് ഗ്രീഡ് ഓർ ഫിയർ. അപ്പൊ എന്താണ് ഗ്രീഡ് ഫിയറും ആർക്ക് വന്നേക്കാം? ഈ പറയുന്ന ട്രേഡേഴ്സിന് വന്നേക്കാം. അങ്ങനെ വരുമ്പം ഈ രണ്ട് ഇമ്പൾസീവ് ആയിട്ടുള്ള ഡിസിഷൻസ് എന്ത് ചെയ്യാൻ സാധിക്കണം? അവർക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കണം. ടെമ്പറൻസ് എംഫസൈസസ് ദ ഹാർമണി ബിറ്റ്വീൻ കോൺഫ്ലിക്റ്റിംഗ് ഡിസൈഡ്സ് ആൻഡ് റാഷണൽ തിങ്കിങ്. ടെമ്പറൻസസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബാലൻസിങ് ആണ്, അല്ലെങ്കിൽ ഒരു ഹാർമണിയാണ്. അപ്പം അവിടെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഡിസൈഡ്സ് വരാം. അവിടെ നമ്മൾക്ക് എന്താണ് കൃത്യമായിട്ട് എന്താണ് ഹാർമണി മെയിൻറ്റെയിൻ ചെയ്ത്, അല്ലെങ്കിൽ ബാലൻസിങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ഒരു കേപ്പബിലിറ്റി ആണ് എന്തെന്ന് പറയുന്നത്? ടെമ്പറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി നോക്കാനുള്ള 4ാമത്തെ വെർച്യു ആണ് ജസ്റ്റിസ് ആണ്. ജസ്റ്റിസ് ഈസ് ദ ഫ്ലോലെസ് ഓർഡർ വേർ എവരി വൺ ഡസ് ഹിസ് ഡ്യൂട്ടീസ് പ്രോപ്പർലി. ഇപ്പൊ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഒരു ഫ്ലോലെസ് ഓർഡർ ആണ്, അല്ലെങ്കിൽ ഒരു ഹാർമണിയാണ്. എന്താണ്, എല്ലാവരും അവരുടെ ഡ്യൂട്ടീസ് പ്രോപ്പർ ആയിട്ട് കൃത്യമായിട്ട് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് ഉണ്ടാകുന്നത്? ജസ്റ്റിസ് ഉണ്ടാകുന്നത്. ലൈക്ക് ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് ജോബ്. അതായത് എന്താണ്, ജോലിയിൽ ആ ജോലിക്ക് പറ്റിയ ആൾക്കാർ വരുമ്പോഴാണ് അവിടെ എന്താകുന്നത്? ഹാർമണി ക്രിയേറ്റ് ആകുന്നത്. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, റീസൺ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ആൾ റൂളിംഗ് ക്ലാസ്സിൽ ഉള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അതോടൊപ്പം തന്നെ എന്താണ്, ടെമ്പറൻസ് ഉള്ള ഒരാള് അല്ലാന്നുണ്ടെങ്കിൽ ടെമ്പറൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എവിടെയാണ് നിൽക്കേണ്ടത്? ഈ പറയുന്ന ട്രേഡിംഗ് ക്ലാസ്സിലായിരിക്കണം നിൽക്കേണ്ടത്. അതേപോലെ തന്നെ കറേജിയസ് ആയിട്ടുള്ള ഒരാൾ എല്ലായ്പ്പോഴും ചെയ്യേണ്ടത് എന്താണ്? വാരിയർ ക്ലാസ്സിലാണ്. വാരിയർ ക്ലാസ്സിലുള്ള ആക്ടിവിറ്റീസ് ആണ് അയാൾ ചെയ്യേണ്ടത്. അപ്പോഴാണ് സൊസൈറ്റിയിൽ എന്ത് ഉണ്ടാകുന്നത്? ഈ പറയുന്ന ജസ്റ്റിസ് ക്രിയേറ്റ് ആകുന്നത്. ഓക്കെ, ഇൻഡിവിജ്വൽ വ്യൂ പോയിന്റിൽ നമുക്ക് ജസ്റ്റിസ് പറയാം. ഇപ്പം എന്റെ സോളിൽ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന വൈസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ട ജോലി എന്താണ്? റൂളിംഗ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഗവേണിംഗ് എന്നുള്ള ഒരു ഡ്യൂട്ടി മാത്രമേ ഞാൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്? ഒരു പേഴ്സണൽ ജസ്റ്റിസ് ഉണ്ടാകുന്നത്. ഞാൻ എന്നോട് തന്നെ നീതി കാണിക്കുന്നത് എപ്പോഴായിരിക്കും? എന്റെ ട്രൈറ്റ് എന്തിലാണോ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് അതിന് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ഡ്യൂട്ടി ചെയ്യുമ്പോഴാണ്. It occurs when leaders govern wisely, soldiers fight bravely, and workers engage in their task. ഇത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ജസ്റ്റിസ് ക്രിയേറ്റ് ആകുന്നത് ലീഡേഴ്സ് ഭരണം നല്ല രീതിയിൽ നടത്തുമ്പോൾ, സോൾജേഴ്സ് നല്ല രീതിയിൽ ബ്രേവ് ആയിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ, വർക്കേഴ്സ് അവരുടെ ടാസ്കിൽ എൻഗേജ്ഡ് ആകുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ജസ്റ്റിസ് ഉണ്ടാകുന്നത്. ജസ്റ്റിസ് എൻകോംപാസസ് ഓൾ വെർച്യൂസ് ലൈക്ക് വിസ്ഡം, കറേജ് ആൻഡ് ടെമ്പറൻസ്. ജസ്റ്റിസ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന 3 വെർച്യൂസിന്റെ കോമ്പിനേഷൻ ആണ്. ഇറ്റ് ഈസ് ദ ഹാർമോണിയസ് ഓപ്പറേഷൻ ഓഫ് ഇന്റലക്ട്, ഇമോഷൻസ് ആൻഡ് ഡിസൈഡ്സ്. അപ്പൊ എന്താണ്? ഈ പറയുന്ന 3 വെർച്യൂസും ഹാർമോണിയസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്? ജസ്റ്റിസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓൾ ഗൈഡഡ് ബൈ റീസൺ. എല്ലാത്തിനെയും ഗൈഡ് ചെയ്യേണ്ടത് എന്താണ്? റീസൺ ആണ്. ജസ്റ്റിസ് ഹാസ് ആൻ അബ്സ്ട്രാക്ട് നേച്ചർ ഇൻ പ്ലേറ്റോസ് ഫിലോസഫി. അപ്പം പ്ലേറ്റോയുടെ ഫിലോസഫിയിൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അബ്സ്ട്രാക്ട് നേച്ചർ ആണ്. അബ്സ്ട്രാക്ട് നേച്ചർ എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള 3 വെർച്യൂസിന്റെ ഹാർമോണിയസ് കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് ജസ്റ്റിസിനെ നമ്മൾ അബ്സ്ട്രാക്ട് നേച്ചർ എന്ന്, അല്ലെങ്കിൽ അതൊരു അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. പ്ലേറ്റോ ബിലീവ് ദാറ്റ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് മോറൽ കോണ്ടക്ട് വാസ് ടു അച്ചീവ് ഹാപ്പിനെസ്. നമ്മൾ സോക്രട്ടീസ് പറഞ്ഞ അതിലോട്ട് തന്നെയാണ് വരുന്നത്. പ്ലേറ്റോ വിശ്വസിക്കുന്നത് എന്താണ്? നമ്മുടെ മോറൽ കോണ്ടക്റ്റിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഹാപ്പിനെസ് അച്ചീവ് ചെയ്യുക
എന്നുള്ളതാണ്. ആ ഹാപ്പിനെസ്സിനെയാണ് യൂഡോമോണിയ എന്ന് പറയുന്നത്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് കാർഡിനൽ വെർച്യൂസ് സച്ച് as വിസ്ഡം, ടെമ്പറൻസ്, കറേജ് ആൻഡ് ജസ്റ്റിസ് വിച്ച് ഹെൽപ്പ് ഇൻഡിവിജ്വൽ ടു അറ്റൈൻ ദിസ് ഹാപ്പിനെസ്. അപ്പൊ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് കാർഡിനൽ വെർച്യൂസ് ആണ്. ഇത് ഓരോ വ്യക്തിയെയും ഹാപ്പിനെസ് അറ്റൈൻ ചെയ്യാൻ സഹായിക്കും, അല്ലെങ്കിൽ യൂഡോമോണിയ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലോട്ട് അവരെ കൊണ്ടെത്തിക്കാൻ സഹായിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്ലേറ്റോയുടെ എത്തിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ കാർഡിനൽ വെർച്യൂസിൽ നമുക്ക് പഠിക്കാനുള്ളത്. കാർഡിനൽ വെർച്യൂന്ന് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓരോ വെർച്യൂസും സെപ്പറേറ്റ് ആയിട്ട് എടുത്തെടുത്ത് ചോദിക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം.